നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് 60 വയസ്സ് കഴിഞ്ഞവരും ബിരുദയോഗ്യതയില്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കി നൽകാനുള്ള കുവൈറ്റ് തീരുമാനം പുറത്തു വന്നത്. എന്നാൽ ഇത് പ്രവാസികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. അത്തരത്തിൽ ഇത് ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് പ്രവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായതിന്റെ സന്തോഷത്തിലാണ് ആയുസിന്റെ ഭൂരിഭാഗവും കുവൈറ്റിൽ ജോലി ചെയ്ത 60 കഴിഞ്ഞ പ്രവാസികൾ. SSLCയോ പ്രീ ഡിഗ്രിയോ കഴിഞ്ഞ് ബിരുദ പഠനത്തിന് ചേരാതെ ഗൾഫ് എന്ന മോഹവുമായി ചെറുപ്രായത്തിൽ തന്നെ കുവൈറ്റിലെത്തിയവരാണ് ഇവരിൽ ഭൂരിഭാഗവും. അങ്ങനെ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന പുതിയ തീരുമാനത്തിൽ അധികൃതരോട് നന്ദി പറയുകയാണ് പ്രവാസികൾ ഏവരും. 60 കഴിഞ്ഞവരും ബിരുദയോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ വീണ്ടും അനുമതി നൽകിയ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് അതോറിറ്റിയുടെ ഔദ്യോഗിക വക്താവ് അസീൽ അൽ മസീദ് അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് 60 കഴിഞ്ഞ പ്രവാസികളുടെ വിസ പുതുക്കൽ നടപടികൾ മാൻ പവർ അതോറിറ്റി പുനരാരംഭിക്കും. ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതിയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉടൻ പുറത്തിറക്കുമെന്നും പബ്ലിക് റിലേഷൻസ് വിഭാഗം ഡയറക്ടർ കൂടിയായ അവർ അറിയിക്കുകയായിരുന്നു. കുവൈറ്റ് സ്വദേശിയായ സ്ത്രീയുടെ മക്കൾ, കുവൈറ്റിൽ ജനിച്ച പ്രവാസികൾ, ഫലസ്തീൻ പൗരത്വമുള്ളവർ എന്നീ വിഭാഗങ്ങളെ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഫീസ് പുതുക്കാൻ നാമമാത്രമായ 10 കുവൈറ്റ് ദിനാർ മാത്രം നൽകിയാൽ മതിയാകും. വാർഷിക ഇൻഷുറൻസ് ഫീസായി 50 ദിനാർ നൽകണം. 250 ദിനാർ വാർഷിക വിസ പുതുക്കൽ ഫീസും 500 ദിനാർ ആരോഗ്യ ഇൻഷുറൻസ് തുകയും ഉൾപ്പെടെ 750 ദിനാർ അഥവാ 1.85 ലക്ഷം രൂപ വിസ പുതുക്കാൻ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഡയറക്ടർ ബോർഡ് ചെയർമാനും പുതിയ നീതിന്യായ വകുപ്പ് മന്ത്രിയുമായ ജമാൽ അൽ ജലാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. 1 ലക്ഷത്തിലേറെയായി തുടരുന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമായത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ 60 കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദയോഗ്യത ഇല്ലാത്തവർക്ക് വിസ പുതുക്കി നൽകുന്നതിന് അതോറിറ്റി വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പ്രവാസികൾ പ്രതിസന്ധിയിലാവുകയായിരുന്നു. പിന്നീട് 2000 ദിനാർ അഥവാ 5 ലക്ഷത്തോളം രൂപ ഫീസ് നൽകിയും 500 ദിനാറിന്റെ ആരോഗ്യ ഇൻഷുറൻസും നിബന്ധന വച്ച് വിസ പുതുക്കാൻ അവസരം നൽകിയിരുന്നുവെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുന്ന പ്രവാസികൾക്ക് ഇത് സാധിക്കുമായിരുന്നില്ല. തുടർന്ന് വിസ പുതുക്കാനാകാതെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് കുവൈറ്റിൽ നിന്ന് നാടുകളിലേക്ക് തിരിച്ചെത്തിയത്. അതോടൊപ്പം തന്നെ 60 കഴിഞ്ഞ പ്രവാസികളുടെ വിസ പുതുക്കി നൽകാനുള്ള തീരുമാനം കുവൈറ്റ് തൊഴിൽ കമ്പോളത്തിനും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും പുത്തൻ ഉണർവേകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതിക ജ്ഞാനവും തൊഴിൽ നൈപുണ്യവും പരിശീലനവും ആവശ്യമായ ടെക്നിക്കൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് രാജ്യത്തെ 60 കഴിഞ്ഞ പ്രവാസികളിൽ ഏറെയും. ഇവരിൽ പലരും 4 പതിറ്റാണ്ടിലേറെ കാലം കുവൈറ്റിൽ തൊഴിൽ പരിശീലനം നേടിയവരാണ്. ഇതോടൊപ്പം മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ, വ്യവസായശാലകൾ, കരകൗശല മേഖലകൾ തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരുമാണ് ഇവരിലേറെയും. വിസ പുതുക്കാൻ കഴിയാത്തതിനാൽ തന്നെ മികച്ച അനുഭവ സമ്പത്തുള്ള ഇവരെ ജോലിക്കെടുക്കാൻ സാധിക്കാത്തത് രാജ്യത്തെ വ്യാപാര വ്യവസായ മേഖലകളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. പുതിയ തീരുമാനം പ്രവാസികൾക്കെന്ന പോലെ ഇത്തരം സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസമാണ്. അതേസമയം വിസ പുതുക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മാൻ പവർ അതോറിറ്റിയുടെ തീരുമാനത്തെ തുടർന്ന് വിസ പുതുക്കാനാകാതെ നാട്ടിലേക്ക് മടങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല. നിലവിൽ കുവൈറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രമേ 250 ദിനാർ നൽകി വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കി. ഇങ്ങനെ 1.5 ലക്ഷത്തിലേറെ പ്രവാസികൾ വിസ പുതുക്കാനുള്ള തീരുമാനം നടപ്പിലാകുന്നതും കാത്ത് കുവൈറ്റിൽ തന്നെ ഉണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് 500 ദിനാർ നൽകി പുതിയ ഇൻഷുറൻസ് എടുക്കണമെന്ന് നിർബന്ധമില്ലെന്നും അധികൃതർ അറിയിച്ചു. പക്ഷേ ആ ഇൻഷുറൻസ് കമ്പനി കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കണമെന്ന് വ്യവസ്ഥയുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.